പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദേവപ്രിയയ്ക്ക് വീടൊരുക്കിയത് ഇടുക്കി CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള CPM പാർട്ടിയിലെ പ്രവർത്തകരാണ്. ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും പാർട്ടിയെ കൂടി അറിയിക്കുന്നു. നമുക്കൊപ്പം ദേവപ്രിയയുടെ വീട്ടിൽ നിന്ന് CV വർഗീസിനോടൊപ്പം രാഹുൽ ശ്രീഷ് തത്സമയം ചേരുന്നുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ദേവപ്രിയയ്ക്കും ഗുഡ് മോർണിംഗ്, CV വർഗീസേട്ടനും ഗുഡ് മോർണിംഗ്. അപ്പോൾ സന്തോഷമുള്ള നിമിഷമാണ്. ഈ ഓണത്തിന് ദേവപ്രിയയ്ക്ക് ഒരു വീടൊരുങ്ങി, പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചു. പല വാഗ്ദാനങ്ങളും അന്തരീക്ഷത്തിലെ ആകാശമായിട്ടും പിന്നെ ഭൂമിയിൽ ചെറിയ കല്ലായിട്ടും ഒക്കെ കിടക്കുമ്പോഴാണ് എത്രയും വേഗം വീട് വെച്ച് കൊടുക്കും, വന്നിറങ്ങുമ്പോൾ കല്ലിടും, അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം. 10 മാസം കൊണ്ട് ദേവപ്രിയയ്ക്ക് വീടൊരുക്കി കൊടുക്കുകയാണ്. അതും ചെറിയ വീടല്ല, ഒരു 1.5 വീട് അല്ലേ? ആ വീടൊക്കെ ഒന്ന് കാണിക്കാം. വർഗീസേട്ടൻ എവിടെ? അടുത്തുണ്ടോ വർഗീസേട്ടൻ? രാഹുൽ സുരേഷ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. CV വർഗീസും ദേവപ്രിയയുടെ കുടുംബവും എല്ലാം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ പറയുന്നത് വർഗീസേട്ടന് കേൾക്കാം. വർഗീസേട്ടാ നമസ്കാരം. ദേവപ്രിയ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടറെ. എനിക്ക് അവിടെ വരണം എന്നുണ്ടായിരുന്നു. നമസ്കാരം. ഞാന് ദേവപ്രിയക്ക് ഗുഡ് മോർണിംഗ്. അതെ അതെ, വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഒരു അപ്പൊ ഇനി ഇടയ്ക്ക് ദിവസം വരിക, ഇടുക്കിയിലേക്ക് ഓണത്തിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് 2 ദിവസം വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ. തീർച്ചയായിട്ടും ഇത്തവണ സ്പെഷ്യൽ സന്തോഷമാണല്ലോ. നന്നായി ഡോക്ടർ, ഏറ്റവും കൂടുതൽ നിങ്ങളാണ് നമ്മളെ ഹൈലൈറ്റ് ചെയ്തത്. സന്തോഷം. ഉപരി വീടിന്റെ താക്കോൽദാനത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിപാടി ഇന്നിപ്പോ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഈ ഓണത്തിന് ദേവപ്രിയയുടെ ചിരിയാണ് നമ്മുടെ സന്തോഷം. അതാണ് സന്തോഷം, അവരുടെ സന്തോഷം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അന്ന് ഡോക്ടറോട് പറഞ്ഞ പോലെ തന്നെ 4 ബെഡ്റൂമുള്ള ഒരു സിറ്റൗട്ട്, പിന്നെ ഡൈനിങ് ഹാള്, കിച്ചൺ, മറ്റെല്ലാ സംവിധാനത്തോടു കൂടി വീട് നിർമ്മിച്ചു. നമ്മളന്ന് പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ 29 ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ, 25 ഒക്ടോബർ 29 ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഓൺലൈനിൽ നടത്തി. പണിയാശാനാണ് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. 10 മാസം കൊണ്ട് നമ്മുടെ പാർട്ടി സഖാക്കൾ വലിയ ആവേശത്തോടു കൂടിയ പ്രഖ്യാപനം ഏറ്റെടുത്തു. ബിരിയാണി ചലഞ്ചിലൂടെ DYFIക്കാർ, പിന്നെ മഹിളാ അസോസിയേഷൻ, കർഷക സംഘം, എല്ലാ സംഘടനയും പാർട്ടി സഖാക്കളും ബിരിയാണി ചലഞ്ച്, അതുപോലെ തന്നെ ആക്രി പിറക്കി, പിന്നെ ജോലി ചെയ്ത് അങ്ങനെ എല്ലാ പണം സമ്പാദിച്ചു. പൈസ എത്രയാവുമെന്നുള്ളത് നോക്കിയില്ല, പറഞ്ഞതുപോലെ തന്നെ വീട് നിർമ്മിച്ചു. എല്ലാ ഉപകരണത്തോടെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇത്രയൊരു വീടുണ്ടാക്കുമ്പോൾ പിന്നെ അവർക്ക് ആവശ്യമായ ഫർണിച്ചർ, എല്ലാ മുറിയിൽ ആവശ്യമായ ഫർണിച്ചർ DYFIയുടെ ജില്ലാ കമ്മിറ്റി ആവശ്യമായ ഫർണിച്ചർ നൽകി. മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി ഡൈനിങ് ടേബിളെല്ലാം നൽകി. കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അലമാരി നൽകി. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവിധമായ സംവിധാനത്തോടു കൂടി വീടൊരുക്കി. മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ വലിയ തരത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഏതായാലും നമ്മളൊരു ദൗത്യം, ഒരു നിർധനമായ കുടുംബത്തിൽ നിന്നും അവരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി അവളൊരു കുട്ടികൾ 2 പേരും, പ്രത്യേകിച്ച് ബൈജു, അവർ 2 പേരെയും കൂടുതൽ സ്പോർട്സ് രംഗത്ത് അവരുടെ അധ്വാനത്തിന് വലിയ പങ്ക് മുടക്കുന്നുണ്ട്. അതിനപ്പോൾ ഒരു കൈത്താങ്ങായി നിലപാട് സ്വീകരിച്ചു. ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട്. പിണറായി എത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ആവേശകരമാണ്. പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് 11 മണിക്ക് ഇവിടെ വന്ന് പിണറായി ഇതിൻ്റെ ഔദ്യോഗികമായ നാടപുറച്ച് ഉദ്ഘാടനം ചെയ്യും. ദേവപ്രിയയുടെയും കുടുംബാംഗങ്ങളുടെയും കയ്യിലേക്ക് താക്കോൽ കൈമാറും. അവർ താക്കോൽ കൈമാറിക്കഴിഞ്ഞാൽ വീട് തുറന്ന് അതിനകത്ത് പ്രവേശിച്ച് പാല് കാച്ചതിന് വേണ്ടിയുള്ള ക്രമീകരണം എല്ലാം ചെയ്തിട്ടുണ്ട്. അവർ തിരികൊളുത്തി പിണറായി ദേവപ്രിയയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ പാലുകാച്ചൽ കടമത്തോടു കൂടി തീരും. ഇവിടെ എല്ലാ മേഖലയിലും വലിയ ആവേശകരമാണ്. നന്നായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു കണ്ടു നിന്നിട്ട് നിസ്സഹായതയായി പ്രകടിപ്പിക്കുകയല്ല, നമ്മളൊരു കാര്യം ഏറ്റെടുത്ത കൃത്യമായി 10 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. വർഗീസേട്ടാ, ഒന്ന് ദേവപ്രിയോട് ചോദിക്കൂ, മതിയായില്ലേ? ഇത്രയും അന്ന് വീട് വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കരുതിയത്? ദേവപ്രിയ നമ്മുടെ കൂടെ ഉണ്ട് അരുൺ. നമുക്ക് ദേവപ്രിയ ഹാപ്പിയല്ലേ? ദേവപ്രിയ ഇങ്ങനെ ഒരു വീടാണോ കരുതിയത്? ആഗ്രഹം പോലെയുള്ള ഒരു വീടാണോ ലഭിച്ചേക്കുന്നത്? ഞാൻ കരുതിയതിനേക്കാളും വലിയ വീടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചൊന്നും ഇല്ല, ഇത്ര പെട്ടെന്ന് വീട് പണിത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. CV വർഗീസിന് വർഗീസ് സഖാവിന് ഞാൻ നന്ദി പറയുന്നു. ഡോക്ടർ അരുൺ ചോദിക്കുന്നത് ദേവപ്രിയക്കും കേൾക്കാം. അപ്പോൾ ദേവപ്രിയ മോളെ അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം ആദ്യമൊക്കെ സങ്കടമായിരുന്നു. പക്ഷേ മനസ്സിലിങ്ങനെ ഒരു വീട് വേണം, ഒരു അടച്ചുറപ്പുള്ള വീട് വേണം, മെഡലൊക്കെ കൊണ്ടുവയ്ക്കാൻ, അത്രയല്ലേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. വർഗീസേട്ടനും പാർട്ടിയിൽ നിന്നിരുന്ന വീട് എങ്ങനെയുണ്ട്? മൊത്തം വീട് കണ്ടപ്പോൾ സന്തോഷമായോ?
ആ സന്തോഷമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ വീടാണ് എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷമായി. ഇപ്പൊ ഷെൽഫില് നിറയെ ട്രോഫികളൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഇല്ലേ? ആ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാൻ വരും. അതായത് നേരത്തെ കഴിഞ്ഞ വർഷം ഈ വീട് നിർമ്മിക്കുന്നത് വരെ ഒരു ചാക്കിൻ്റെ അകത്തും ഈ കവറിൻ്റെ അകത്തൊക്കെ ആയിരുന്നു കെട്ടിവെച്ചിരുന്നത്. പക്ഷേ നോക്കൂ, എന്ത് മനോഹരമായി ആ കിട്ടിയ അംഗീകാരങ്ങളെല്ലാം ഓരോന്നോരോന്നായി കൃത്യമായി ഇവിടെ പ്രദർശിപ്പിച്ച് വെക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ വീടിൻ്റെ അകത്ത് ദേവഭവനം എന്നാണ് ഈ വീടിന് പേരിട്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ദേവപ്രിയയ്ക്കും ദേവപ്രിയയുടെ സഹോദരങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇങ്ങനെ കുറേ അംഗീകാരങ്ങളാണ്. ഇവിടെ സ്കൂളിൽ നിന്ന് ലഭിച്ച അംഗീകാരം മുതൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ലഭിച്ചവരെ അംഗീകാരങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ദേവപ്രിയയുടെ പിതാവ് ഷൈബു ചേട്ടൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മൾ ഒരു ഇടിഞ്ഞു വീഴാറായ ഒരു വീടിനുള്ളിലായിരുന്നു കിടന്നത്. ഇപ്പോൾ അതിമനോഹരമായിട്ടൊരു വീട് സാധ്യമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രതികരണം, സന്തോഷമൊക്കെ? പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കൊച്ചു പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും കൊച്ചു ഭയങ്കരമായിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പം പല ഇതും വന്ന് പറീസാവും റോമിസാവും വന്ന് കണ്ടു കഴിയുമ്പം ഇതുപോരാ, ഇവിടെ ഇച്ചിലൂടെ നന്നായിട്ട് ചെയ്യണം. ആദ്യം തൊട്ടേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അടിത്തറ പറീസാവ് പറഞ്ഞു, അടിത്തറ തൊട്ട് നീ തന്നെ നിന്ന് നല്ല രീതിയിൽ ചെയ്ത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യണം, അതിന് ഒരു കുറവുകളും വരുത്തരുത്, എന്ത് പണച്ചെലവ് വന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം എന്നായിരുന്നു പറീസാവ് പറഞ്ഞിരുന്നത്. എന്നോട് ഇവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ദേവപ്രിയയുടെ സഹോദരൻ കൂടി ചേരുന്നുണ്ട്. ഹലോ, ഇതാരാ വീട് പണിത് തന്നെ? സഖാവാണോ? ആരാ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നേ? പിണറായി സഖാവാണോ? പിണറായി സഖാവിനോട് എന്നാ പറയാൻ പോകുന്നേ? ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, പിണറായി സഖാവ് വരുമ്പോ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പിണറായി സഖാവിനോട് പറയുമെന്നാണ് ഇന്നലെ അവൻ എന്നോട് പറഞ്ഞത്. എന്തായാലും വരുമ്പോ പറയില്ലോ, നമുക്ക് എന്തായാലും കാണാൻ വരും. എന്തായാലും ഈ കുടുംബവും ഈ നാടും കാൽവരി മൗണ്ട് എന്നുള്ള അതിമനോഹരമായ എന്താണ് അവന്റെ പേര്? പേരെന്നാന്ന് പറഞ്ഞേ? ദേവാനന്ദ്. എത്ര വയസ്സായി? 4 വയസ്സായി. അംഗൻവാടിയിലാണ് പോകുന്നത്. അംഗൻവാടിയിലെ ടീച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അതൊന്നും പ്രേക്ഷകരോട് പറയാൻ പറ്റത്തില്ല. ദേവാനന്ദ് ചേച്ചിയെ പോലെ ഓടുവോ? ആ ഓട്ടവും ചാട്ടവും അപ്പുറത്തൊരു വീട്ടിലുണ്ട്. അവിടെ പോയി ഫുട്ബോൾ കളിയൊക്കെയാണ് മെയിൻ പരിപാടി. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, അവിടെ പോയി ഫുട്ബോളൊക്കെ കളിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു. അതിനിടയിലാണ് പുള്ളിക്ക് സൈക്കിൾ വേണമെന്നൊരു ആഗ്രഹം എവിടുന്നോ ഉണ്ടായത്. അപ്പോൾ പിണറായി സഖാവിനോട് പറഞ്ഞ് സൈക്കിൾ വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദേവാനന്ദ്. സൈക്കിൾ വാങ്ങിയ റോഡിൽ പോയി തള്ളി വീഴുമെന്നൊന്ന് ചോദിച്ചേ രാഹുലെ. അച്ഛനും ചേച്ചിയും പറഞ്ഞാൽ കേൾക്കൂലെന്ന് ചോദിച്ചേ. സൈക്കിൾ വാങ്ങിച്ചു തന്നാല് ഉരുണ്ട് വീഴാതെ. ഇന്നലെ ഇത് കണ്ടോ, ഇതില് ഉരുണ്ട് വീണ, എന്നിട്ട് അച്ഛൻ കണ്ടറിഞ്ഞ് വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ മുറിവൊക്കെ കാണിക്കാതെ ഇങ്ങനെ പൊത്തി വെച്ച് നിൽക്കുകയായിരുന്നു. സൈക്കിള് പിന്നെ എവിടെയാ? കാലയിലാണല്ലേ? സൈക്കിൾ വാങ്ങിച്ചു തന്നാലേ നിലത്ത് വീഴാതെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുവോ? അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുവോ? അച്ഛനും ചേച്ചിയൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയുന്ന കേക്കില്ലേ? നല്ല കൊച്ചായിട്ട് നടക്കില്ലേ? അപ്പൊ ചേച്ചിക്ക് ഒരു വീട്, അനിയന് നമുക്കൊരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം രാഹുൽ. കേട്ടോ, ഈ ഓണത്തിനെ നമുക്കൊരു സൈക്കിളും കൂടി അനിയന് വാങ്ങിച്ചു കൊടുത്തേക്കാം. അപ്പൊ പിണറായി സഖാവിനോട് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കാം. കേട്ടോ, അപ്പൊ അനിയനുള്ള സൈക്കിൾ പിണറായി സഖാവല്ല ഞങ്ങൾ വാങ്ങിച്ചു തന്നേക്കാന്ന് ഡോക്ടർ അരുൺ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സന്തോഷം. അപ്പൊ വീഴാതൊക്കെ സൈക്കിൾ ഓടിക്കണം. നമുക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. പണ്ട് കുട്ടിക്കാലത്ത് നമുക്കോ വാങ്ങിച്ചു തന്നില്ലാരും. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. താങ്ക് യു രാഹുൽ, താങ്ക് യു ദേവാനന്ദ്, ദേവപ്രിയ, താങ്ക് യു ഷൈബു, താങ്ക് യു വർഗീസേട്ടാ, താങ്ക് യു. ഇതിനു വേണ്ടി മുഴുവൻ ശ്രമിച്ച DYFI പ്രവർത്തകർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ, ഒപ്പം തന്നെ CITU പ്രവർത്തകർ, CPMൻ്റെ പ്രവർത്തകർ, എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട്, അവർ ആക്രിവെറിക്ക് വിറ്റിട്ടുണ്ട് അല്ലേ, അങ്ങനെയൊക്കെയാണ് അവർ പണം സമാഹരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീടിന് അധ്വാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കണ്ണീരിൻ്റെ, സഹായത്തിൻ്റെ ഒക്കെ ഒരു മനസ്സിൻ്റെ സ്പർശമുള്ള വീടാണ്, സ്നേഹത്തിൻ്റെ സ്പർശമുള്ള ഒരു വീടാണ്. അപ്പോൾ സംഭവം ഗംഭീരമാവട്ടെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വന്നു തന്നെയായിരിക്കും. ആ മുകളിൽ ഇങ്ങനെ റാക്കിൽ ദേവപ്രിയയുടെ മെഡലുകളും സമ്മാനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതൊരു ചാക്കിലാണ് കെട്ടി വെച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതാണ്.
അപ്പോൾ നമ്മൾ ഹാപ്പി ആക്കുന്നു. അപ്പോൾ കുഞ്ഞിന് സന്തോഷമാവട്ടെ. ആ വീട്ടിലും ഇക്കുറി ഓണം ഡിഫറൻ്റായ ഓണമാവും. ഈ നെഗറ്റീവ് വാർത്തകൾക്കിടയിലെ ഓണം ആഘോഷിക്കാൻ പോകുന്ന യഥാർത്ഥത്തിൽ അർഹരായ ചില മനുഷ്യർ, എല്ലാവരും അർഹരാണ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അർഹരാണ്. അപ്പോൾ കൈകോർത്ത് പിടിക്കുമ്പോഴാണ് ഓണം സാധ്യമാവുന്നത്, അല്ലേ? അപ്പോൾ കൈകോർത്ത് പിടിച്ച സി വി വർഗീസ് സഖാവിന്, ഒപ്പം തന്നെ CPM-ൻ്റെ അവിടുത്തെ ജില്ലാ ഭാരവാഹികൾക്കും ജില്ലാ പ്രവർത്തകർക്കും ഓരോ സഖാക്കൾക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ദേവപ്രിയയുടെ മുഖത്ത് ചിരി വരും. ഇനി കാലികൾക്ക് വേഗം കൂടും.